നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുടെ യാത്ര ഇഷായോഗിയിലേക്കാണ്. അപ്പോൾ കോയമ്പത്തൂർക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ 3 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. കാറിലായിരുന്നു യാത്ര. അറൗണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂറുള്ളൊരു യാത്രയായിരുന്നു. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട്, മധുക്കര അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം അവിടെ എത്താനാകുമ്പോൾ അവിടുത്തെ എല്ലാം കാണാൻ നല്ല രസകരമായൊരു ദൃശ്യം. കേരളം പോലെ തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. കാരണം കോയമ്പത്തൂർ ബോർഡർ തന്നെയാണല്ലോ കേരളം. അപ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയായിരുന്നു ഏകദേശം കാണാൻ വേണ്ടി. പിന്നെ റോഡരികിൽ മൊത്തം ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷായോഗിക്ക് പോകാൻ വേണ്ടിയുള്ളത്. ഏകദേശം അവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏക്കേഴ്സ് ഓഫ് ലാൻഡിലായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയോടെയാണ് ഇത് കണ്ടിട്ട് വന്നത്. അറൗണ്ട് 112 ഫീറ്റ് നീളമുള്ള ഒരു ശിവൻ്റെ പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്തു പറഞ്ഞാൽ അവിടെ പാർക്കിങ്ങിൻ്റെ ഫീസ് ഉണ്ട് 30 രൂപ. അവിടെ തന്നെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റാൾസ് ഉണ്ട്, ഐസ്ക്രീം പാർലേഴ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടൊന്ന് ഫ്രഷനപ്പ് ആയിട്ട് ഞങ്ങൾ നടന്നു. ഏകദേശം ഒരു 7:45 ആകുമ്പോഴാണ് അവിടുത്തെ പരിപാടികൾ തുടങ്ങുക. സദ്ഗുരുവിൻ്റെ ഡയലോഗും വെച്ചിട്ടാണ് അവിടെ തുടങ്ങുക. അപ്പോൾ ഇതിലൊരു വീഡിയോഗ്രാഫി പോലെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ശിവഭഗവാന്റെ പ്രതിമയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ശിവഭഗവാന്റെ അതായത് തുടങ്ങിയത്, എന്താ പറയുക, ഒരു ഹിസ്റ്ററി തന്നെ ഇതിൽ നിന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര ഒരു പുതുമയുള്ള സാധനമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതുണ്ടാക്കിയിരിക്കുന്നത് എത്രയോ സ്റ്റീലും കൊണ്ടാണ്. അതിൻ്റെ ശരിക്കുള്ള ഫാക്ട്സ് എനിക്കറിയില്ല, അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിനെയും കാട്ടി അവിടെ കൂടുതൽ ഹിന്ദിക്കാരും കർണാടകക്കാരും മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്ന ആൾക്കാരാണ് അവിടെ കൂടുതൽ കാണാൻ പറ്റിയത്. ലൈറ്റ് ഷോ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അറൗണ്ട് 10 മിനിറ്റ്സ് ആണ് ഈ ലൈറ്റ് ഷോ ഉള്ളത്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വൈൻഡ് ഓഫ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും നമ്മളവിടെ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു. വളരെ രസകരമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ നിന്ന്. കാരണം ഏക്കേഴ്സ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്, അത് പറഞ്ഞൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. 7:45 ആയപ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഭയങ്കര തിരക്ക് കൂട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയം നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായൊരിതാണ്. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഈ ഷോ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7:45 ആയപ്പോൾ തന്നെ എല്ലാവരും ഒരേ പ്ലേസിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് എ മെമ്മറബിൾ വിസിറ്റ് ആൻഡ് കിഡ്സ് വെയർ ടു ഹാപ്പി. കുട്ടികൾക്കെല്ലാം പാട്ടൊക്കെ ഇട്ടപ്പോൾ അവർ തുള്ളാനും ചാടാനും എല്ലാം തുടങ്ങി. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എവ്രി വൺ വാസ് ഹാപ്പി.